സത്യഭാമ ചേച്ചിക്കും ശശിയേട്ടനും രണ്ടുപേരും ഈ പഞ്ചായത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നടത്തുന്ന പ്രയത്നങ്ങളിൽ നമുക്കും കൂടിയും പങ്കുചേരാൻ പറ്റി എന്നുള്ളതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള രൂപത്തിലാണ് ഇതിനെ ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ പ്രസിഡന്റിനോട് താല്പര്യപ്പെട്ടത് ഇവിടെയുള്ള പഞ്ചായത്തിലുള്ള ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുന്ന ആൾക്കാർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുന്നത് വഴി കൂടുതൽ ആൾക്കാർക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനമാകുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഇവിടെ വന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ശശിഭാഷയും സത്യഭാമ ചേച്ചിയും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടുള്ളൂ. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കാലം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് വളരെ വേഗതയിൽ നമുക്കും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്താണെങ്കിൽ നെറ്റ് സീറോ കാർബൺ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കാരണം കാർബണിൻ്റെ പുറന്തള്ളല് ഒഴിവാക്കിക്കൊണ്ട് അത് പരമാവധി ഇപ്പം ഇല കത്തിക്കുക, അതുപോലെ തന്നെ മറ്റേ ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലാത്ത മോട്ടോർ വാഹനങ്ങൾ, പെട്രോൾ ഉൾപ്പെടെയുള്ള ഡീസൽ ഉൾപ്പെടെയുള്ള മറ്റേ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷൻ, മാലിന്യം എത്ര അധികമാണെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഡൽഹിയിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കുറച്ച് ദിവസം വാഹനങ്ങൾ തന്നെ പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മളത് മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അപ്പം അതിനാണ് ഈ നെറ്റ് സീറോ കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ലോകം മുഴുവൻ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പഞ്ചായത്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ ഇപ്പോൾ കുത്താമ്പള്ളി മായനൂർ പാലം വന്നു. തിരുവില്ലാമലക്കാർക്ക് സൗകര്യമാണ്. ഒറ്റപ്പാലം മായനൂർ പാലമുണ്ട്, ഒറ്റപ്പാലംകാർക്ക് സൗകര്യമാണ്. അതുപോലെ തന്നെ ഇതിലെ പോകുന്ന ആളുകൾക്ക് മുഴുവൻ തന്നെ സൗകര്യപ്രദമായ രീതിയിൽ കാലത്തിനനുസൃതമായിട്ട് ചിന്തിക്കുന്ന കുട്ടേട്ടനും ബാലുവിനും ബാലു ചേച്ചിയാണ് ഇതിന്റെ ഉടമസ്ഥ. അതെ, അപ്പൊ തീർച്ചയായിട്ടും ബാലു ചേച്ചി എന്ന് പറഞ്ഞാൽ കുട്ടേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലു. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ശ്രീമതി ഉൾപ്പെടെയുള്ള ഒരു മറ്റേ ഇവര് ഈ കാലത്തിനനുസരിച്ച് ചിന്തിക്കുകയും, നമ്മൾ കുറെ പൈസ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് ലോകത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തരത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് അതിന്റെ പ്രസക്തി. നമുക്ക് എല്ലാവർക്കും പൈസ തോന്നുന്നത്. ഈ പൈസ ഉണ്ടാവുമ്പോൾ അതിനനുസൃതമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ കൂടി ചിന്ത വരുമ്പോഴാണ് അത് സഫലമാകുന്നത്, അത് ദൈവോചിതമായി മാറുന്നത്. അപ്പോൾ ആ ഒരു തരത്തില് നമുക്ക് ഇവിടെ ഈ പ്രദേശത്ത് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നല്ല ഒരു സംരംഭമാണ്. ഇതിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം അതിൽ കൊണ്ടാഴി പഞ്ചായത്തിൽ 4-ാം വാർഡാണത്. ഇങ്ങനെ ഒരു സംരംഭം പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതിനാദ്യമായിട്ട് ഈ വക്കീലിനെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും വായു മലിനീകരണം നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിന് ഒരു പരിഹാരം തടയിടാനും ഇത്തരം വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതിനിങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉടനീളം അതിനെ പ്രോത്സാഹിക്കാനുള്ള പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും, അതുപോലെ ഈ പഞ്ചായത്ത് സി കാർബൺ എന്ന ഇത് ബഹുമതി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വായു മലിനീകരണത്തിന് ഒരു തടയിടാൻ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നതിന് ഈ 4-ാം വാർഡിൽ വക്കീലിനും അതുപോലെ ഈ സംരംഭം വിജയപ്രദമായി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.